നിന്റെ പെണ്ണ് ഒരു ചോര കുടിക്കുന്ന നാർസിസിസ്റ്റ് യക്ഷിയാണെങ്കിൽ അവൾ ഈ 5 കാര്യങ്ങൾ നിന്റെ അടുത്ത് പറഞ്ഞിരിക്കും. മെഹുന പറഞ്ഞുതരാം. 1, നീ കാരണമാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഇതാണ് ക്ലാസിക് ഡിഫ്ലക്ഷൻ. അവൾ ചീറ്റ് ചെയ്യും, കള്ളം പറയും, പൊട്ടിത്തെറിക്കും. എന്നിട്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം നിന്റെ അവളോടുള്ള പെരുമാറ്റമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കും. ഒരു ടൈപ്പ് ഓഫ് ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ്. 2, ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആളെന്ന് പറഞ്ഞ് മുതല കണ്ണീര് പൊഴിക്കും. ഇതാണ് റിവേഴ്സ് ഗിൽട്ട്. അവളുടെ തെറ്റുകൾക്ക് അവൾ ഒരിക്കലും ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല, അപ്പോളജിയും പറയില്ല. പക്ഷേ ഇമോഷണൽ മാനിപ്പുലേഷൻ യൂസ് ചെയ്ത് അവളുടെ മിസ്റ്റേക്സിന് നീ അവളെ ആശ്വസിപ്പിക്കേണ്ട ഒരു സീൻ അവൾ ക്രിയേറ്റ് ചെയ്യും. 3, നീ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവൾ ബൗണ്ടറീസ് ക്രോസ് ചെയ്യും. നടന്ന കാര്യങ്ങൾ പോലും നടന്നിട്ടില്ല എന്ന് ഗ്യാസ് ലൈറ്റ് ചെയ്ത് പറഞ്ഞ് സ്ഥാപിക്കും. നിന്നെ ഇമോഷണലി ഡാമേജ്ഡ് ആക്കും. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യും. അപ്പൊ നീ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാലും നീ സെൻസിറ്റീവ് ആണ്. നീ ഹേർട്ട് ആകുന്നത് കണ്ടാലും അവളുടെ മുഖത്ത് യാതൊരു ഇമോഷൻസും വരില്ല. ഭയങ്കര കാം ആയിരിക്കും. ഉള്ളിൽ അവരത് എൻജോയ് ചെയ്യാണ്. 4, എന്റെ എക്സ് ഒരു സൈക്കോപാത്ത് ആയിരുന്നു. അവളുടെ എല്ലാ മുൻ കാമകന്മാരും നാർസിസ്റ്റുകളും അബ്യൂസീവുമായിരുന്നു. അവൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം വിക്ടിം. ബ്രോ, നീയാണ് അവളുടെ കഥയിലെ അടുത്ത സൈക്കോപാത്ത്. താങ്കൾ ക്യൂവിലാണ്. നീ അവളുടെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം അവരുടെ സ്നേഹം കണ്ടീഷണലാണ്. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ലവ് ബോംബ് ചെയ്യും, അല്ലാത്തപ്പോൾ ഒരു സ്ട്രേഞ്ചറിനെ പോലെ ബിഹേവ് ചെയ്യും. പിന്നെ നിനക്ക് വേറെ ഇമോഷണൽ സപ്പോർട്ട് കിട്ടാതിരിക്കാൻ നിന്റെ ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെ അടുത്ത് നിന്ന് പയ്യെ അകറ്റും. ഇനി നിന്റെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ലിസണിംഗ് ട്രൈ നോക്കുക. ബയോ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്യുക, നമുക്ക് ശരിയാക്കാം. പിന്നെ ഫോളോ ചെയ്താൽ ഡെയിലി ഇതുപോലത്തെ ടിപ്സ് കിട്ടും.